ഭാഗ്യമാണ്. കാരണം വിഷുവിന് എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനത്തെ പ്രോഗ്രാം ഇല്ല. വൈകുന്നേരമായ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞ് എല്ലാവരും റെസ്റ്റ് ചെയ്യുന്ന സമയമാണ്. പക്ഷെ നിങ്ങൾക്ക് വിഷു ഇനിയും ഒന്നുകൂടെ നന്നായിട്ട് അടിച്ചു പൊളിക്കാനുള്ളൊരു അവസരമാണ് കിട്ടിയേക്കണേ. ഞാൻ രാജശേഖരനും സ്മൃതിയൊക്കെ ഞാൻ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു ദുബായിൽ വെച്ചിട്ട് ഒരു ഡാൻസ് സ്കൂളിൻ്റെ പ്രോഗ്രാമിന് പോയ സമയത്ത്. അപ്പോൾ ആ സമയം മുതലേ പലേഡിയം കൺവെൻഷൻ സെൻറ്റർ നമ്മുടെ നാട്ടിൽ വന്നിട്ടുണ്ട്. കേരളത്തിൽ തന്നെ വലിയ കൺവെൻഷൻ സെൻറ്റർ ആണ്. അവിടെ എൻ്റെ നാട്ടുകാർക്ക് വേണ്ടിയിട്ട് ഒരു പ്രോഗ്രാം ചെയ്യണം എന്നുള്ളത് രാജശേഖരൻ്റെയൊക്കെ വലിയ ആഗ്രഹമായിരുന്നു. അപ്പോൾ ആ സമയം മുതൽ ഈ പ്രോഗ്രാമിനെ പറ്റി ഞാൻ കേൾക്കുന്നുണ്ട്. അപ്പോൾ അത്രയും കഷ്ടപ്പാടുണ്ട്. അവർ അത്രയും നാൾ മുന്നേ ഇതിനെക്കുറിച്ച് ആലോചിച്ച് എത്ര നന്നായിട്ട് ചെയ്യാൻ പറ്റും എന്നൊക്കെ ആലോചിക്കുന്നുണ്ട്. അത് വലിയ കാര്യമാണ്. നമ്മളെ നാട്ടിൽ നമ്മളെ നാട്ടുകാർക്ക് വേണ്ടി ഒരു പ്രോഗ്രാം ചെയ്യാൻ പറ്റുക എന്നുള്ളത് വലിയ കാര്യമാണ്. അപ്പം ആ ഹാർഡ് വർക്കിന് ഞാനും വിശ്വസ് പറയുകയാണ്. പിന്നെന്താണ്, എനിക്ക് കാഞ്ഞങ്ങാട് ഞാനൊരു 1-2 പ്രോഗ്രാംസിന് വന്നിട്ടുണ്ട്. ചെറിയ 1-2 പ്രോഗ്രാംസിന്, അതിനല്ലാണ്ട് ഞാൻ വന്നിട്ടില്ല. അപ്പോൾ ഇന്നാണ് ഇത്രയും വലിയൊരു ഓഡിയൻസിൻ്റെ കൂടെ എനിക്ക് നിൽക്കാൻ പറ്റിയത്. ഓഡിയൻസിൻ്റെ എനർജി ഒരു രക്ഷയുമില്ല കേട്ടോ. ഓരോ പെർഫോമൻസ് കഴിയുമ്പോഴും നിങ്ങളുടെ കയ്യടി അത് വലിയത് തന്നെയാണ്. എന്തായാലും ഒരുപാട് സന്തോഷം ഈ ഒരു അവസരത്തിൽ നിങ്ങളെല്ലാവരെയും നേരിട്ട് കാണാൻ സാധിച്ചതിൽ. അപ്പോൾ ഇനിയും ഒരുപാട് നല്ല നല്ല പ്രോഗ്രാംസ്, നല്ല നല്ല ആർട്ടിസ്റ്റുകളൊക്കെ ഇനിയും കാഞ്ഞങ്ങാട് വരട്ടെ. ഒരുപാട് നല്ല പ്രോഗ്രാംസ് ഈ വേദിയിൽ തന്നെ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. അപ്പൊ എന്താ ഇപ്പൊ ചെയ്യണ്ടേ? നേരത്തെ പറഞ്ഞ കാര്യം ഒന്നുകൂടി ചോദിച്ചു നോക്കണോ? നിങ്ങളുടെ കയ്യടിയുടെ ബഹളം പോലെ ഇരിക്കും ബാക്കി. പോരാ പോരാ, കുറച്ചുകൂടി ഒന്നുകൂടി. നവ്യ ചേച്ചിക്ക് മനുവിനും വേണ്ടിയിട്ടാണിത്. മൗലിയിൽ പാട്ട് വെച്ച് ഒരു 2 സ്റ്റെപ്പ് ഡാൻസ് ചെയ്യോ? വിഷു അല്ലേ?